നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ എത്ര ബാറ്ററി ബാക്കപ്പ് ഉള്ള മൊബൈൽ ഫോൺ ആണെങ്കിലും ബാറ്ററി ചില സമയങ്ങളിൽ പെട്ടെന്ന് തീർന്നു പോകും. ഇത് നമ്മൾ ഉപയോഗിക്കാത്ത നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ മൊബൈൽ ഫോൺ ഒന്നും ഉപയോഗിച്ചില്ലെങ്കിലും നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ 1-2 സെറ്റിങ്സുകൾ നമ്മുടെ ഫോണിനകത്ത് മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് അധികം ലാഭിക്കാൻ സാധിക്കും. ആ സെറ്റിങ്സുകൾ ഏതൊക്കെയെന്നാണ് നമ്മൾ നോക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് നമുക്ക് ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ഗൂഗിൾ എന്ന് കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഓൾ സർവീസസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും വലതുഭാഗത്ത്, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. നേരെ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഡിവൈസസ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ കാണുന്ന ഡിവൈസസ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് ഇത് ഓൺ ആയിരിക്കും. അധികം ആളുകളുടെ ഫോണിനകത്തും ഇത് ഓൺ ആയിരിക്കും. ഞാൻ ഓൾറെഡി ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് ഇത് ഓൺ ആണെന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക. കാരണം ഇത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണ് തൊട്ടടുത്ത് നിങ്ങളുടെ ഡിവൈസുമായി കണക്ട് ചെയ്യേണ്ട ഏതെങ്കിലും ഡിവൈസുകളുണ്ടോ എന്ന് എല്ലാ സമയത്തും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ സ്കാൻ ചെയ്യുന്നതിന് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി ആവശ്യമാണ്. അത് എല്ലാ സമയവും സ്കാൻ ചെയ്ത് നമുക്ക് ആവശ്യമില്ലാത്തൊരു സെറ്റിങ്സ് ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. രണ്ടാമത്തെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ തന്നെ ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ നിയർ ബൈ എന്ന് ഇതുപോലെ സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് നിയർ ബൈ ഡിവൈസസ് എന്നുള്ള ഓപ്ഷൻ, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫോണിനകത്ത് ഏതൊക്കെ ഡിവൈസുകൾ കണക്റ്റ് ചെയ്യാനുണ്ടോ എന്ന് ഓരോ സമയവും നമ്മുടെ ഫോൺ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ഏറ്റവും താഴെ ഭാഗത്തേക്ക് നോക്കുക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ബോട്ടിയും ക്യാം സ്കാനർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആപ്പുകളുണ്ട്. ഇത് ഓൾറെഡി ഞാനത് ഓഫ് ചെയ്ത് വെച്ചാണ്. നോട്ട് അലൗഡ് എന്നാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നോട്ട് അലൗഡ് എന്ന്, അതായത് എൻ്റെ ഫോണിൽ ഞാൻ സ്കാൻ ചെയ്യുന്നത് നേരത്തെ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇതൊന്ന് വന്ന് നോക്കുക. നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്പുകൾ ഇത്തരത്തിൽ മുകളിൽ അലോവ്ഡ് എന്ന് കാണുന്നത്, ഈ അലോവ്ഡ് എന്ന് കാണുന്നതിന് നേരെ താഴെ ഏതൊക്കെ ആപ്പുകളാണുള്ളതെന്ന് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത നിങ്ങൾ എപ്പോഴെങ്കിലും തുറക്കുന്ന ആപ്പുകൾക്കൊക്കെ ഇത്തരത്തിൽ സ്കാൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പെർമിഷൻ അലോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഈ മുകളിൽ കാണുന്ന അലോ എന്നുള്ളതിന് പകരം ഡോൺ അലോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ ആ ആപ്പ് നിങ്ങളറിയാതെ നിങ്ങളുടെ ഫോണിനകത്ത് എല്ലായ്പ്പോഴും സ്കാൻ ചെയ്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. ഇതിലൂടെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ സെറ്റിങ്സിനകത്ത് തന്നെ സ്കാനിങ് എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്കാനിങ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് വൈഫൈ ആൻഡ് ബ്ലൂടൂത്ത് സ്കാനിങ് എന്നുള്ള ഒരു സെറ്റിങ്സ്, ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കാണാം വൈഫൈ സ്കാനിങ്, അതുപോലെ തന്നെ ചില ഫോണിനകത്ത് ബ്ലൂടൂത്ത് സ്കാനിങ്. ഈ 2 സ്കാനിങ് ഇതുപോലെ ഓൺ ആണെങ്കിൽ നിങ്ങൾ ഇത് രണ്ടും ഇതുപോലെ ഓഫ് ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ വൈഫൈ ഉപയോഗിക്കാത്ത സമയത്തും ഓരോ സമയവും ഉപയോഗിക്കുന്ന സമയത്തൊക്കെ ഇതിങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ സ്കാൻ ചെയ്യുമ്പം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി ആവശ്യമാണ്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിലും നമ്മുടെ ഫോൺ ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും എല്ലാ സമയവും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. സാധാരണ കണക്ട് ചെയ്യുന്ന പോലെ ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് കണക്ട് ചെയ്താൽ മതി. പക്ഷേ നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് എല്ലാ സമയവും ഇതുപോലെ സ്കാൻ ചെയ്യുന്നത് നമ്മുടെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകും. അതുകൊണ്ട് ഇത് രണ്ടും നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സാണ് പ്രിൻ്റ് എന്ന്. ഇതുപോലെ നിങ്ങളുടെ സെറ്റിങ്സിനകത്ത് നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കാണാം പ്രിൻ്റ് എന്നുള്ള ഒരു ഭാഗം, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഡിഫോൾട്ട് പ്രിൻ്റ് സർവീസ് എന്നുള്ളത്. ഇത് നിങ്ങളുടെ ഫോണിനകത്ത് ഇതുപോലെ ഓണാണ് കിടക്കുന്നെങ്കിൽ നിങ്ങൾ ഇത് ഓഫ് ചെയ്ത് കൊടുക്കണം. ഞാനിത് ഓൾറെഡി ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഓഫ് ചെയ്ത് കൊടുക്കുക. ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിനകത്ത് മറ്റേതെങ്കിലും പ്രിൻ്റർ ഡിവൈസുമായിട്ട് കണക്റ്റ് ആകാൻ വേണ്ടി ഓരോ സമയം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകും. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്ററി കുറേ അധികം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.